കേരളത്തിൽ കള്ളവോട്ട് ചേർക്കുന്നതിലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നതിലും CPM-ഉം BJP-യും ഒരുപോലെ കുറ്റവാളികളാണെന്ന് അടൂർ പ്രകാശ് MP. ആറ്റിങ്ങലിലും തൃശൂരിലും തിരുവനന്തപുരത്തും ഇവർ ഗൂഢാലോചന നടത്തി. അടൂരിലും തിരുവനന്തപുരത്തും പ്ലാൻ നടപ്പായില്ലെന്നും അടൂർ പ്രകാശ് MP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എങ്കിലും ചെറിയ വോട്ടറാണെങ്കിലും ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ഇതിനകത്ത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബാന്ധവം അവിടെയുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ ആ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP-യും ഇക്കാര്യത്തിൽ ഒരു നല്ല കള്ളക്കളി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമെന്ന് ഞാൻ പറയുമ്പോൾ അത് കഴക്കൂട്ടത്ത് മത്സരിച്ച മുരളീധരൻ ഇവിടേക്ക് വന്ന് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവിടെയുള്ള പല ആളുകൾ നേരെ ആറ്റിങ്ങലിലാണ് അവരുടെ പ്രവർത്തന മേഖല, ആറ്റിങ്ങലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വന്നതാണ്. അപ്പോൾ അത്രമാത്രം അത് കാര്യമാത്ര പ്രസക്തമായി സമയമില്ലാതായിപ്പോയി. എല്ലാ കാര്യങ്ങളും കൃത്യമായി കണ്ടെത്താനുള്ള സമയമില്ലാതായിപ്പോയി. എങ്കിലും ജനങ്ങൾ എൻ്റെ മഹാഭാഗ്യത്തിന് ജനങ്ങൾ അംഗീകരിച്ചു. ചെറിയ വോട്ടാണെങ്കിലും ഓരോ വോട്ടറാണെങ്കിലും ജയിച്ചാൽ വിജയിച്ചു തന്നെയാണല്ലോ. വിജയൻ, വിവരങ്ങളുമായി വിജയൻ. ആറ്റിങ്ങലിൽ കള്ളവോട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ അടൂർ പ്രകാശ് ഉന്നയിക്കുന്നതാണ്. BJP-യും CPM-ഉം ഇക്കാര്യത്തിൽ ഒത്തുകളി നടത്തിയെന്നുകൂടി UDF കൺവീനർ പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ? മുന്നേ ചിറയൻകീഴ് മണ്ഡലമായത് മുതൽ തന്നെ ഇത്തരത്തിലൊരു രീതി ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 60,000 വോട്ടിലധികം അല്ലെങ്കിൽ 64,000-ഓളം വോട്ടിലധികം കള്ളവോട്ടുകൾ ഉണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ അന്നത്തെ വരണാധികാരിക്ക് മുമ്പിൽ അറിയിക്കുകയും അങ്ങനെ അദ്ദേഹം ഇടപെട്ട് അതിൽ നിന്ന് ഏതാണ്ട് 52,000-ലധികം വോട്ടുകൾ മാറ്റി നിർത്താൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് താൻ ആ സമയത്ത് ജയിച്ചത് എന്നും അതിനുശേഷം ഇപ്പോൾ ഈ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ 1,64,000 വോട്ടുകൾ കള്ളവോട്ടുകളായി ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളരെ വിശദമായ റിപ്പോർട്ടുകളാക്കി ഏതൊക്കെയാണ് ഇരട്ട വോട്ടുകൾ, ഏതൊക്കെയാണ് മരിച്ചുപോയവരുടെ വോട്ടുകൾ എന്നതുൾപ്പെടെ പട്ടികയാക്കി CD സഹിതം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കേരളത്തിലെ സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസറെ പോയി കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നിർദ്ദേശം വന്നത്. അതനുസരിച്ച് ഇന്നലെ അദ്ദേഹം ഈ കേരളത്തിൽ രത്തൻ ഖേൽക്കറെ പോയി കാണുകയും ഈ വളരെ വിശദമായ ഒരു സബ്മിഷൻ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്.